ഹായ് ഹലോ, എല്ലാവർക്കും കിങ് മേക്കർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിജയിയുടെ ഗോഡ് സിനിമയെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. റിവ്യൂ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ എല്ലാ സെറ്റപ്പും ആയതിനു ശേഷം റിവ്യൂ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് ഇന്ന് ഗോഡ് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി ഈ സിനിമ തന്നെ റിവ്യൂ ചെയ്ത് തുടങ്ങിയേക്കാന്ന്. അപ്പോൾ ഞാൻ ഒരു സെറ്റപ്പും ഇല്ലാതെ തന്നെ ഈ റിവ്യൂ പറയാൻ കാരണം ഭയങ്കരമായിട്ട് നെഗറ്റീവ് റിവ്യൂ ഉണ്ട്. അതിനിടയിൽ തന്നെ വെങ്കട് പ്രഭുവിന്റെ ഇന്റർവ്യൂ ഉണ്ട്, ഒരു ഡിലീറ്റ് ചെയ്തൊരു സീൻ. എന്റെ സിനിമയുടെ ദൈർഘ്യം കൊണ്ട് തന്നെ അവർക്കത് ഉപേക്ഷിക്കേണ്ടി വന്നൊരു സീനുണ്ട്. അത് ഞാൻ ഉടനെ പുറത്തു വിടുമെന്ന്. അങ്ങനെ ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയതിനെ തുടർന്നാണ് ഞാൻ ഇന്ന് സിനിമക്ക് കയറുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന സ്ഥലത്തുള്ള പാക്കനാർ തിയേറ്ററിൽ വെച്ചാണ് ഞാൻ സിനിമ കാണുന്നത്. മുൻകാല വിജയ് സിനിമകളെ കണ്ടിട്ട് ഒരിക്കലും ഈ സിനിമ കാണാനോ വിലയിരുത്താനോ പാടില്ല. സ്ഥിരം മാസ് മസാല സാധനങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ട് ഈ സിനിമക്ക് പോകരുത്. അതൊരിക്കലും ഈ സിനിമയിൽ ഉണ്ടാവണമെന്നില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. വിജയ് സിനിമയല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വെങ്കട് പ്രഭുവിന്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. വെങ്കട് പ്രഭുവിന്റെ എല്ലാ സിനിമകളും ഒരുപോലെ അല്ല എന്നുള്ളതും വേറെ കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ട്. ആ രീതിയിൽ തന്നെ ആയിരിക്കണം സിനിമ കാണാൻ പോകേണ്ടത്. ഈ സിനിമയുടെ ഒരു പോരായ്മ, അല്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററുകൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു കാരണം ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടീം ഒരിക്കലും ഈ ഒരു രീതിയിലെ ട്രെയിലറുകളോ ടീസറുകളോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ ഇറക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ ജേണറിന് വ്യത്യസ്തമായിട്ടാണ് ഇവർ ഈ സിനിമയുടെ പോസ്റ്ററുകളും ടീസറുകളും ട്രെയിലറുകളും എല്ലാം ഇറക്കിയിട്ടുള്ളത്. ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വിജയ് എനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക ആളുകൾ, ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അവര് ട്രെയിലർ ഡീകോഡിങ് ഒക്കെ ചെയ്തിരുന്നു. എനിക്കും തോന്നിയത് അതുപോലെ തന്നെയാണ്. ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഏജന്റ് ആയിട്ട് 3-4 രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ഉള്ള ടെററിസം ഗ്രൂപ്പിനെയൊക്കെ ഒഴിപ്പിക്കാൻ നോക്കുന്നത് ആ ഒരു രീതിയിൽ ബീസ്റ്റിനോടൊക്കെ സാദൃശ്യം തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ട്രെയിലർ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇതിൽ ട്രെയിലറിൽ കൂടുതലായിട്ടുള്ളത് ബിൽഡിങ്ങിന് മുകളിലേക്ക് വിജയ് റോപ്പിലൂടെ കയറി പോകുന്നത്, അതുപോലെ പാരച്യൂട്ട് യൂസ് ചെയ്യുന്നത്, ഹെലികോപ്റ്റർ, യുറേനിയത്തിന്റെ ഒരു ലോങ് ഷോട്ട് ലാസ്റ്റ്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ വളരെ ഓർത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനിടയിൽ ഇയാൾ ഇന്നത് ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോട്ടുകൾ മാത്രമേ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ഉണ്ടാകുന്ന അമിത പ്രതീക്ഷകളാണ് ഈ സിനിമയുടെ ഇങ്ങനെ ഒരു പരാജയത്തിന് കാരണം. ഈ സിനിമയുടെ പോസിറ്റീവായിട്ടില്ല, അല്ലെങ്കിൽ സിനിമയിൽ എന്താണ് ഉള്ളതെന്നുള്ള ഇതിലേക്ക് നമ്മൾ കടക്കാം. ഈ സിനിമയുടെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് എനിക്കൊന്ന് വിജയുടെ ആക്ടിങ്, അല്ലെങ്കിൽ വിജയുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വളരെ നന്നായി തുറന്ന് കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ എന്നത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണെന്നാണ്. പക്ഷെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഫാമിലിക്ക് കാണാൻ പറ്റിയ രീതിയിൽ വിജയുടെ ഫാമിലിയിൽ വിജയ് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫാണ് അതിന്റെ ആ സിനിമയിലേക്ക് എങ്ങനെയാണ് ആ സിനിമയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന്റെ മെയിൻ. വിജയ് എങ്ങനെ ഫാമിലിയിൽ പെരുമാറുന്നു, വിജയുടെ പ്രൊഫഷൻ എങ്ങനെ വിജയ് ഫാമിലിയിൽ നിന്നും മാറ്റി നിർത്തി കൈകാര്യം ചെയ്യുന്നു, വിജയുടെ ഗാന്ധി എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ തന്നെയാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. വിജയ് എന്നുള്ള വ്യക്തി എനിക്ക് ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. വളരെ നന്നായി വിജയ് ഇതിനു മുമ്പ് തമാശ കോമഡികൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയും നന്നായിട്ട് എനിക്ക് വിജയ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഏകദേശം എല്ലാ മാനറിസങ്ങളും മറ്റുള്ള സിനിമകളിലൊക്കെ ഏകദേശം ഒരേപോലെ ആയിരുന്നെങ്കിലും ഇതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഒരു ചാമിങ് ആയിട്ട് വളരെ
പിന്നെ വീട്ടിൽ തന്നെ വീട്ടില് ഭാര്യയോട് പെരുമാറുന്ന ഒരു ഹസ്ബൻഡ് വളരെ തമാശയായിട്ട് ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് വിജയ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മറ്റു സിനിമകളുടെ പിന്നെ റെഫറൻസുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും സിനിമയുടെ ഈ വിജയുടെ തന്നെ ഗില്ലി സിനിമയുടെ ഒക്കെ റെഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ തന്നെ ഇപ്പം കൂട്ടുകാർക്കിടയിൽ പറയുമ്പോൾ ഏതെങ്കിലും സിനിമ ഡയലോഗുകളൊക്കെ കണക്ട് ചെയ്തായിരിക്കും പറയുന്നത്. ആ രീതിയിൽ തന്നെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഏകദേശം എല്ലാവരും നെഗറ്റീവായിട്ട് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് യുവൻ ശങ്കർ രാജയുടെ പാട്ടുകളാണ്. എനിക്ക് പക്ഷെ പാട്ടുകളൊന്നും അത്ര നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എല്ലാവരും അനിരുദ്ധിന്റെ ആ ഒരു ബീറ്റുകളൊക്കെ കേട്ട് ശീലിച്ചത് വിജയുടെ സിനിമകളിലും പിന്നെ മറ്റുള്ള സിനിമകളിലൊക്കെ ഇപ്പം ഏകദേശം എല്ലാവരും അനിരുദ്ധിനെ വെച്ചാണ് സിനിമകളുടെ പാട്ട് മ്യൂസിക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ബീറ്റിന്റെ ഒരു ഇതിലേക്ക് എല്ലാവരും കടന്നുപോയത് കൊണ്ടായിരിക്കാം ഇപ്പോ വരുന്ന പാട്ടുകൾ മറ്റേ യുവൻ ശങ്കർ രാജയുടെ ഒക്കെ ആ പഴയ രീതിയിലേക്കുള്ള ഇത് കേൾക്കുമ്പോൾ ആർക്കും അത്രയധികം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം എല്ലാവരും ആ നെഗറ്റീവ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ മ്യൂസിക്കുകളോ പാട്ടുകളോ ഒന്നും എനിക്കത്ര നെഗറ്റീവായിട്ട് സിനിമയുടെ ഇതിലേക്ക് തോന്നിയിട്ടില്ല. ഇന്റർവെൽ ബ്ലോക്കിലേക്ക് വരുമ്പോൾ അത് ഏകദേശം പ്രഡിക്റ്റബിൾ ആണെന്നുള്ളത് ഓക്കെ. പക്ഷെ അത് സെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള രീതി അത് നമുക്കൊരു എക്സൈറ്റ്മെന്റ് തരുന്നുണ്ട്. എന്തായാലും അതിനു മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതി. അപ്പൊ ഇതേപോലെ ഒരു സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് ഇത് എവിടെയായിരിക്കും ഇതിന്റെ എൻഡിങ് വല്ല അതിനിടയിൽ എന്തൊക്കെ സാധനങ്ങൾ വരാനുണ്ട് ഇതിലൊരു എക്സൈറ്റ്മെന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്റർവെൽ പഞ്ചിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒന്നിച്ച് ഗാന്ധി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒന്നിച്ച് ഒരു 3-4 ക്യാരക്ടർ സിനിമയിലുണ്ട്. ഒന്ന് നമ്മുടെ ജയറാമിന്റെ തന്നെ നസീർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പിന്നെ കല്യാൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രഭുദേവ, അജ്മല്, പ്രശാന്ത് തുടങ്ങിയവർക്ക് ഇദ്ദേഹത്തിന്റെ ഒന്നിച്ച് തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ സ്പേസ് കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ തോന്നിയ അജ്മലിന് വളരെ ചെറിയൊരു, ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് അജ്മലായിരിക്കണം ചിലപ്പോൾ ഇദ്ദേഹത്തിനെതിരെ തിരിയുന്ന ഒരു വില്ലനായിട്ട് വരുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ അജ്മലിനെ നമുക്ക് സിനിമയിൽ എവിടെയും കാണാനേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് തുടക്കത്തിൽ എവിടെയോ പിന്നെ തോക്കും പിടിച്ച് കണ്ടു, പിന്നീട് എപ്പോഴൊക്കെയോ ഒരു ആൾക്കൂട്ടത്തിൽ കണ്ടു. അതിൻ്റെ ഒന്നിച്ചൊരു പാട്ടിൽ പോലും കാണുമ്പോൾ അദ്ദേഹം വരുമ്പോൾ ഇവര് ഡാൻസ് കളിക്കുന്നത് നിർത്തുന്ന രീതിയിൽ, പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മെയിൻ ആയിട്ടുള്ള ഒരു സീനുകളിൽ മാത്രമേ അദ്ദേഹത്തിനെ കാണിക്കുന്നുള്ളൂ. അതിനപ്പുറം അദ്ദേഹം ഈ സിനിമയിൽ തന്നെ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് സിനിമ പോയിട്ടുള്ളത്. നമ്മുടെ വില്ലൻ ആരും പറയുന്ന പോലെ അത്ര മോശമായിട്ടുള്ള ഒരു വില്ലനല്ല. പക്ഷെ വില്ലന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരു ഭയങ്കര വില്ലത്തരം തോന്നുന്ന രീതിയിലേക്ക്, ഞാൻ പറയുന്നത് മോഹൻ എന്നുള്ളൊരു ക്യാരക്ടറാണ്. മോഹൻ എന്നുള്ള ഒരു അഭിനേതാവിന്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു വില്ലൻ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് കാണുമ്പോൾ അപ്പിയറൻസിൽ പോലും തോന്നുന്നില്ല. കാരണം ധാരാളം താടി വളർത്തി സാധാരണ ഒരു ലുക്ക് അല്ലെങ്കിൽ വളരെ നെഞ്ചുവിരിച്ചോ അങ്ങനെയൊന്നും വരുന്ന രീതിയിലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഞാൻ ചിന്തിച്ച രീതിയിലേക്ക് ഒരു അജ്മലിനെയോ മറ്റോ ആ ഒരു രീതിയിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒന്നിച്ച് യോഗി ബാബു വളരെ നല്ലൊരു കിട്ടിയ സ്പേസ് വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അയാൾക്ക് അത്രയും നല്ലൊരു ക്യാരക്ടർ അവിടെ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അയാൾ വളരെ കുറച്ച് സമയം ഇല്ലെങ്കിൽ കൂടിയും അയാൾക്ക് അത്രയൊരു പിന്നെ അത്ര മോശമാക്കേണ്ട ഒരു ഇതൊന്നും അതിലുണ്ടായിട്ടില്ല. പിന്നെ നമ്മള് VTV ഗണേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് വളരെ ചെറിയ സ്പേസ്, അത് ക്ലൈമാക്സിനോട് അനുബന്ധിച്ചുള്ള ഒരു സ്ഥലത്താണ് കിട്ടിയിട്ടുള്ളത്. അയാൾ കുറച്ചും കൂടി വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. ഇനിയിപ്പൊ അത് എന്തെങ്കിലും കാരണവശാൽ അതിനുള്ള കുറച്ച് പോർഷൻസ് കട്ടാക്കിയാണോന്ന് അറിയില്ല. പക്ഷെ സിനിമയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എനിക്ക് അത്ര വലിയ ഭയങ്കരമായിട്ട്, കാരണം അയാൾക്കൊരു ഡയലോഗ് പോലും, അയാളെ മെയിനായിട്ട് VTV ഗണേഷ് നമ്മള് പിന്നെ സിനിമയിൽ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറികളിലൂടെയാണ്. നമ്മളെ കാലാ സിനിമയിലുള്ള ദിലീപ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ആ ദിലീപ് എന്നുള്ള ക്യാരക്ടറിന് അയാൾ ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന് വളരെ വലിയൊരു ക്യാരക്ടറിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് എപ്പോഴും വെങ്കട് പ്രഭു സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള കുറേയധികം ആക്ടേഴ്സ് ഉണ്ട്.
ആ ആക്ടേഴ്സാണ് സ്നേഹ, ഞാൻ കുറച്ച് പേര് പറഞ്ഞു, പ്രേംജി എന്തായാലും അദ്ദേഹത്തിന്റെ സഹോദരനാണ്, അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ഉണ്ടാകുന്നതിൽ ഉറപ്പ് തന്നെയാണ്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ നമ്മളെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള ഒരു ഡയലോഗുകളോടുകൂടി തുടങ്ങുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ സഹോദരനായ പ്രേംജിയെ വെച്ചാണ്. അയാൾക്ക് നല്ലൊരു ക്യാരക്ടറും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്ന വൈഭവ്, അരവിന്ദ്, പിന്നെ വൈജി മഹേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇദ്ദേഹത്തിന് മാനാട് എന്നുള്ള സിനിമയിലൊക്കെ നമ്മുടെ തലൈവറെ എന്ന് വിളിച്ചിട്ട് നമ്മുടെ SJ സൂര്യ സംസാരിക്കുന്ന ക്യാരക്ടറിന്റെ വൈജി മഹേന്ദ്രൻ സാർ. അതേപോലെ സുബ്ബു പഞ്ചു എന്ന് പറഞ്ഞിട്ട്, കാരണം ആള് തന്നെയാണ് മങ്കാത്തയിലും ഇതേപോലെ തന്നെ ഈ പറയുന്ന മാനാടിലും അഭിനയിച്ചിട്ടുള്ള സുബ്ബു പഞ്ചു. അങ്ങനെ വെങ്കട് പ്രഭു സിനിമകളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന കുറെ ആക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ കൃത്യമായ റോൾ, അത് റോള് കുറഞ്ഞോ കൂടിയോ അവരെ എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നില്ലത് ഉറപ്പാണ്. അതുകൊണ്ട് അവരുടെ റോളിനെ കുറിച്ച് പറയണ്ട. പക്ഷെ ഉണ്ടായിരുന്ന അജ്മലിനോ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന പ്രശാന്തിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രഭുദേവക്കൊക്കെ സ്പേസ് കുറഞ്ഞു പോയി എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. ഈ സിനിമയിൽ 2 ക്യാമിയോ റോൾസ് ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്ന് റിവീൽ ചെയ്യുന്നില്ല ഞാൻ. പക്ഷെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ തന്നെ ഈ സിനിമക്ക് പോകുന്നത് ഈ ഫേസ്ബുക്കിലൂടെ വെറുതെ സ്ക്രോൾ ഡൗൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു 2 വീഡിയോ കണ്ടു ഈ സിനിമയുടെ തന്നെ. അതിലുള്ള ഈ ക്യാമിയോ റോൾസ് ഓൾറെഡി ആരോ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലെ കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറയുന്നില്ല. എന്തായാലും 2 ക്യാമിയോ റോൾ ഉണ്ട്. പക്ഷെ അവരെ ആ സിനിമയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സിനിമയ്ക്ക് ഒരു എലിവേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ സിനിമക്ക് ഇത് അത്യാവശ്യമാണെന്ന് തോന്നിയ രീതിയിലോ ഒന്നും ആ 2 ക്യാരക്ടേഴ്സ് വന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഈ സിനിമ ചെയ്യാനുണ്ടായിരുന്നത് അദ്ദേഹം ചിന്തിച്ചത് രജനീകാന്തിനെയും ധനുഷിനെയും വെച്ചിട്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭയങ്കരമായിരുന്നതിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ധനുഷിന് പോലും അദ്ദേഹം ചെയ്യാത്തൊരു ക്യാരക്ടർ ആയിരുന്നതെന്ന് എനിക്ക് തോന്നി. എങ്കിൽ പോലും അഴകിയ തമിഴ് മകൻ പോലെ വിജയുടെ മുൻകാല ചിത്രങ്ങളിൽ ഇതേപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവായിട്ട് 2 റോളിൽ വന്നിട്ടുണ്ട്. എനിക്ക് സിനിമയുടെ ഇടയ്ക്ക് എവിടെ അത് മിന്നി മറിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അവസാനം ഈ നെഗറ്റീവ് റോളിനെയും കൂടി അതുപോലെ തന്നെ ആക്കുമോ, ആ ഒരു ഇതിലേക്ക് തന്നെ പോകുമോ എന്നുള്ളത് കാര്യം ഞാൻ നേരത്തെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താണ് അതിൽ അവസാനം ഈ ക്ലൈമാക്സിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ആ യങ്ങർ വേർഷന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആദ്യമൊക്കെ ചെറുപ്പത്തിലത്തെ ഒരു സൗണ്ടിലേക്ക് വരുമ്പോൾ, ആദ്യം വിജയിനെ ആ ചെറുപ്പകാലത്ത് കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സൗണ്ട് മോഡുലേഷനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പോയിക്കൊണ്ടിരിക്കെ പഴയ വിജയുടെ സൗണ്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിജയുടെ സൗണ്ട് തന്നെ ആയി മാറിയിട്ടുണ്ട്. ആദ്യത്തെ പോർഷനിലൊക്കെ അവര് കുറച്ചുകൂടി ഈ സംസാരം ശ്രദ്ധിച്ചിരുന്നെങ്കിലും പിന്നീട് എനിക്ക് അവരത് ശ്രദ്ധിച്ചിരുന്നതായിട്ട് തോന്നുന്നുണ്ടായില്ല. അതാണ് എനിക്കൊരു കുറച്ചൊരു ഈ ഒരു ക്യാരക്ടറിന് ആ ഒരു യങ്ങർ വേർഷൻ അല്ലെങ്കിൽ ഇളയ ദളപതി എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്ന ഒരു വേർഷനിൽ ഉണ്ടാവുന്ന എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് അല്ലെങ്കിൽ അതൊരു എനിക്കൊരു ദഹിക്കാണ്ടിരുന്നൊരു കാര്യം അതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്കതിന് കുറച്ചും കൂടി ഒരു നെഗറ്റീവ് തോന്നുന്നു. ഒന്ന് വിജയകാന്തിന്റെ റോളാണ്. വിജയകാന്ത് എനിക്ക് ഫസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ അത് വിജയ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവരെ സൗണ്ട് മോഡുലേഷനിൽ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നതായിട്ട് കാണുമ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവര് വിജയകാന്തിനെ ഉദ്ദേശിച്ചതെന്നില്ല. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പം ആ ഒരു ക്യാരക്ടർ പിടിക്കുമ്പോൾ എനിക്ക് ആ ഒരു അവരെ ചെയ്ത CG വർക്ക് എനിക്ക് അത്ര CG VFX ആ സാധനം എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന വേറൊരു 2 നെഗറ്റീവുകൾ ഒന്ന് പ്രശാന്തിന്റെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെനിക്ക് ആ സീൻ റിവീൽ ചെയ്യണം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സമയത്ത് അയാൾ അവിടെ എല്ലായിരുന്നു വെടിവെച്ചിരുന്നതെങ്കിൽ പ്രശാന്ത് എന്താകുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിപ്പം എന്ത് സേഫ്റ്റിന്റെ ഇതിൽ ചെയ്താലും മറ്റേ വില്ലന്മാർ എപ്പോഴും ഇവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ വെടിവെക്കണം എന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ എനിക്കതില് കുറച്ചും കൂടി നെഗറ്റീവായിട്ട് തോന്നിയ ഒരു സാധനം സിനിമയുടെ, പക്ഷെ അത് സിനിമയുടെ ഒരു നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മള് മരണങ്ങൾ കഴിയുമ്പോൾ പാട്ടിടുന്നത് സാധാരണയായിട്ട് ഒരുപാട് സിനിമകളിൽ, തമിഴ് സിനിമകളിലോ തെലുങ്ക് സിനിമകളിലോ ഒക്കെ കണ്ടുവരുന്ന രീതിയാണ്.
പക്ഷെ ഇതിന് വേണമെങ്കിൽ പറയാം ആ പാട്ട് നമ്മൾ വില്ലന് വേണ്ടിയിട്ടാണ് പാട്ട് ആ സമയത്ത് അവിടെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരിക്കലും നമ്മൾ ആ ഇമോഷൻ എന്തോ ഒരു ഇമോഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാട്ട് വരുമ്പോൾ പ്രേക്ഷകർ ആ ഇമോഷനിലേക്ക് കണക്ട് ആവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഒരിക്കലും അതവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ പാട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും ആ മരണം കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ പ്രേക്ഷകർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാട്ട് വരുമ്പോൾ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അതുകൊണ്ടായിരിക്കാം പരമാവധി എല്ലാ ആളുകളും ഈ പാട്ടുകളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിതിൽ മറ്റൊരു മൂന്നാമതൊരു നെഗറ്റീവ് കൂടിയുണ്ട്, എനിക്കത് വിട്ടുപോയി. അത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് തന്നെ പ്രേംജിനെ കാണിക്കുന്ന സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നതിൽ ഇദ്ദേഹം ഗാന്ധി എന്ന് പറയുന്ന ക്യാരക്ടർ വീട്ടിലിരിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങുന്നുണ്ട് എന്നില്ല സംസാരിക്കുന്നത്. വിജയ് ഓൾറെഡി സ്വന്തം ലൈഫിൽ പാർട്ടി തുടങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്. എനിക്ക് തോന്നുന്നു പ്രസ് മീറ്റിലും ഇതിനെക്കുറിച്ച് വെങ്കട് പ്രഭുവിനോട് ചോദിച്ച സമയത്ത് ഇതെന്റെ സിനിമയാണ്, ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത് പറഞ്ഞെങ്കിലും സിനിമയിൽ അങ്ങനെ ഒരു ഷോട്ട് വരുന്നുണ്ട്, ഒരു സീൻ വരുന്നുണ്ട്. പക്ഷെ ഗാന്ധി എന്ന് പറയുന്ന ക്യാരക്ടർ എവിടെയും പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള സിനിമയിൽ പറയുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂഡിലേക്ക് ഗാന്ധി പോകുന്നതായിട്ട് എവിടെയും കാണിക്കുന്നില്ല. പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ സീൻ തിരികെ കയറ്റിയെന്നില്ല എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധനം വേണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പരമാവധി ആ സിനിമയുടെ ലെങ്ത് കുറച്ചിട്ട് ഈ സിനിമ കുറച്ചും കൂടി അടിപൊളിയാക്കാമായിരുന്നു തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാല് ഇതൊരു കംപ്ലീറ്റ് വെങ്കട് പ്രഭു സിനിമയാണ്. അജിത്തിന്റെ ഒരു തല റെഫറൻസ് അതിൽ വരുന്നുണ്ട് സിനിമയിൽ. അതൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അത് ഈ പറയുന്ന പോലെ അജിത്ത് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് തമിഴ് സിനിമ എപ്പോഴും പോകുന്നുണ്ട്, തലയാണോ തളപതിയാണോ എന്നില്ലേ. പക്ഷെ അതൊക്കെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. സിനിമ ഓവറോൾ നോക്കുന്നതാണെങ്കിൽ വളരെ ഈ പറയുന്ന ഞാൻ പറഞ്ഞ നെഗറ്റീവുകളൊക്കെ നെഗറ്റീവുകളാണെങ്കിലും അത് വളരെ ചുരുങ്ങിയൊരു ഇതിലാണുള്ളത്. നമ്മളൊരു 100 എന്നില്ല അല്ലെങ്കിൽ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഈ നെഗറ്റീവുകളൊക്കെ ഒരു 10 അല്ലെങ്കിൽ ഒരു 5 എന്നുള്ള സൈസിലേക്ക് നമ്മൾ ചുരുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഉണ്ടാവും. ബാക്കി ഓവറോൾ നോക്കുന്നതാണെങ്കിൽ സിനിമ ഒരു ഫാമിലി പാക്കഡായിട്ട് പോവുകയും അവിടെ വന്നിട്ട് ആ ഫാമിലിയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ അത് ഒരു അന്താരാഷ്ട്ര വില്ലെന്നില്ല ലെവലിൽ നിന്ന് നമ്മൾ ചിന്തിക്കാതെ അവരെ ഫാമിലിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 3-4 ഫാമിലിക്കുള്ളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നൊരു വില്ലന ഇവര് എങ്ങനെ മറികടക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഒക്കെയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ പോകേണ്ടത്. ഇത് പക്ഷെ ഈ സിനിമയിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാല് ഇവര് ഒരു ഇന്റർനാഷണൽ ഗെയിമിന് പോവുക, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഗ്യാങ് വരിക, ആ ഗ്യാങ് ഈ ഫാമിലിയിലെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഫാമിലിയിലെ അവരെങ്ങനെ തിരുത്തുന്നു, ആ രീതിയിലാണ് സിനിമ പലരും നോക്കിക്കാണുന്നത്. അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാതെ നമ്മൾ ഈ ഒരു ഫാമിലിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കുറച്ച് ആൾക്കാർ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വെച്ചാൽ നമുക്ക് ഈ സിനിമ വളരെ നന്നായിട്ട് കണ്ടിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഒരിക്കലും വിജയിനെ അല്ലെങ്കിൽ പഴയ വിജയ് സിനിമകളെ വെച്ചിട്ട് വിജയിനെ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോവാതിരുന്നാൽ ഒരു വെങ്കട് പ്രഭുവിന്റെ സിനിമ മുൻപത്തെ മങ്കാത്ത, മാനാട് തുടങ്ങിയ ചെന്നൈ 68 അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. വെങ്കട് പ്രഭുവിന്റെ ആദ്യത്തെ സരോജ, ഈ സിനിമകളൊക്കെ കണ്ടിട്ട് വെങ്കട് പ്രഭുവിൻ്റെതായ രീതിയിലേക്ക് എങ്ങനെ ഹീറോകൾ അദ്ദേഹത്തിന്റെ നടന്മാർ എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളത് വെച്ച് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ സിനിമ വളരെ ഗംഭീരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലി ഓറിയന്റഡ് ആണ്. അവിടെ കുറച്ചൊക്കെ അടിയും പിടികളൊക്കെ ആയിട്ടുണ്ട്. വിജയ് എങ്ങനെ 2 ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വിജയ് പെർഫോം ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 2 വിജയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 വിജയിനെ 2 രീതിയിൽ തന്നെ അവർ കാണിക്കാൻ പറ്റി. യങ്ങർ വേർഷൻ കുറച്ചും കൂടി വളരെ നന്നായിട്ട് കാണിച്ചു. യങ്ങർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഏജിൽ കാണിക്കുന്നുണ്ട്, മീസ മാത്രമില്ല. അത് വളരെ നന്നായിട്ട് അവര് ആ ഗ്രാഫിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിയെ കാണാതെ അല്ലെങ്കിൽ വിജയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാതെ സാധാരണ ഒരു സിനിമയായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് ഒരു വലിയൊരു ഇതായിട്ട് കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ എനിക്ക് തോന്നുന്ന ഒരു അടിപ്പടങ്ങൾ കാണുന്ന അടിപ്പടം
അത്യാവശ്യം അടികളുള്ള ഒരു പടങ്ങളും അതിൽ തന്നെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു പ്രേക്ഷകന് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് അനുഭവപ്പെട്ടത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ എൻ്റെ ഈ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ വിലയിരുത്തലുമായിട്ട് തട്ടിച്ചു നോക്കുക. നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് തന്നെയാണോ, അല്ല വ്യത്യാസമുണ്ടോ, എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതുപോലുള്ള റിവ്യൂകൾ നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.